നീ ഇതാ എനിക്ക് ഇതാണെന്ന് പറഞ്ഞത്. അവള് കേസ് കൊടുത്തു. മോളും ഇതുപോലെ റീച്ചിനും പൈസയ്ക്കും വേണ്ടി ഇമ്മാരി ചെറ്റത്തരം കാണിച്ച വീട്ടിൽ കയറി അടിക്കും. അതിന് എന്ത് കേസ് വന്നാലും അത് നമ്മളൊന്നുമല്ല, ഒരു നാട്ടുകാർ കൂടെ നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഒരുത്തികളും ഈ ഒരു നിങ്ങളിപ്പ് എന്നോട് പൈസ ചോദിച്ചു, ഞാൻ അന്ന് പൈസ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് വ്യാജ കേസ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ധൈര്യമായിട്ട് തന്നെ പറഞ്ഞു, നീ കേസ് കൊടുക്ക്, ഞാൻ കണ്ടോളാം, അത് കോടതി കണ്ടോളാം. പക്ഷെ കോടതിയിൽ സത്യം തെളിഞ്ഞു. അതുപോലെ ദീപക്കിന് അങ്ങനെ ചെയ്യാമായിരുന്നു, ദീപക്ക് തെളിയിക്കാമായിരുന്നു. പക്ഷെ ദീപക്കിന് ഈ ഒരു വീഡിയോ അത് വന്നപ്പോൾ ദീപക്കിന് അത് താങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഒരു ദീപക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. നിങ്ങൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യണം. ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഷൻ മെൻസ് കമ്മീഷൻ മാത്രമല്ല, ഈ ഒരു നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരും ഇതാ ഇവിടെ ഈ നാട്ടിലെ മെമ്പറുണ്ട്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിച്ചതിന് ശേഷം നിയമ നടപടി എടുക്കണം. അല്ലാതെ കേട്ടുടനെ എടുത്ത ആ ഒരു നടപടിയിലേക്ക് പോകുന്നത് ശരിയല്ല. ഇനി ഒരു ജീവൻ അങ്ങനെയല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നാട്ടിലുള്ള എനിക്ക് ഒരുപാട് അറിയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ. പക്ഷെ ഇത് എല്ലാം അതിന്റെ സത്യം അറിഞ്ഞു വരുമ്പോൾ ആ വ്യക്തി ഒരുപാട് എത്രയോ മനുഷ്യരുടെ ഇടയിൽ വല്ലാത്ത അവസ്ഥയിലായിട്ട് ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരാതെ ആദ്യം ആ ഇതിലെന്താണ് സത്യം എന്ന് കണ്ടെത്തി ആ രീതിയിൽ എല്ലാവർക്കും ഉണ്ട്. മാതാവ്, പിതാവ്, മക്കള്, ഭാര്യ, കുടുംബം, നാട്ടുകാരൊക്കെ എല്ലാവർക്കും ഇല്ലേ. മാനെന്ന് പറഞ്ഞത് പോയിട്ട് പിന്നെ തിരിച്ചു കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും പീഡനങ്ങൾ അനുഭവിച്ച ആ സ്പോട്ടിൽ പ്രതികരിക്കുക. നിയമമുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കേസിൽ 6 മാസത്തോളം ആയിട്ടാണ് പരാതി കൊടുക്കുന്നത്. പൈസ കൊടുക്കാത്തതുണ്ട്. എന്റെ ഭാഗ്യത്തിന് എന്റെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. തടി കിട്ടി, അല്ലെങ്കിൽ എന്റെ തടി ഒരു കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണൂലായിരുന്നു നിങ്ങളടുത്ത് ഇപ്പൊ. സത്യമായിട്ട്. അപ്പൊ അതാണ് ഇന്നും കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് കേട്ടോ. അവരോട് പറയാനുള്ള എന്താരോ, എല്ലാ പീഡനത്തിന്റെ എൻഡും ഇതുപോലെ ആയിരിക്കും. അപ്പൊ തെളിഞ്ഞു വരുമ്പോഴേക്കും എന്തായാലും നമ്മുടെ നാട്ടിലെ റോഡല്ലേ, ചെറിയൊരു കുത്തിക്കുലുങ്ങലൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ ഒന്ന് കുലുങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടിന്ന് വരും. അപ്പൊ മൊബൈൽ എടുത്ത് അപ്പൊ അതിനനുസരിച്ച് സംസാരിക്കണം. കുറെ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് വീഡിയോ ഇട്ടിട്ട് അയാളെ ജീവിതം അയാൾക്ക് എത്ര ബുദ്ധിമുട്ടായിട്ടാണ് അയാൾ മരിച്ചത്. അതൊക്കെ ആലോചിക്കേണ്ട ആവശ്യമല്ലോ. ഇനി ഇതേപോലെ കുറെ കേസുകൾ ഇതേപോലെ വരുന്നുണ്ട്, ഈ വ്യാജ കേസുകൾ. ഈ കേസുകളൊക്കെ കറക്റ്റ് അതിന്റെ എവിഡൻസ് തെളിവില്ലാതെ വെറുതെ ഓരോരുത്തരെ കൂടി ജയിലിടാതെ ഇതിനെ കറക്റ്റ് തെളിവോട് കൂടി നിങ്ങൾ ജയിലിലോ എവിടെ വെച്ചാൽ കൊണ്ടുപോയിട്ടോളൂ. അല്ല, ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കൃത്യമായി ഇതുപോലെ ബസ്സിന്റെ അകത്ത് കയറി വൃത്തിയോട് കാണിക്കുന്നവർ രക്ഷപ്പെട്ടു പോകും, ഉറപ്പായിട്ട് രക്ഷപ്പെടും. കാരണം എവിടെ പോലുള്ള എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടെ, എത്രയും ദേഷ്യം വരികയാണ് എനിക്ക്. അപ്പൊ അത്തരം സ്ത്രീകൾ കാരണം നല്ലവരായ സ്ത്രീകളെ നമ്മൾ വെറുക്കേണ്ടി വരും. അപ്പൊ അതാണ് ഇതുപോലുള്ള വ്യാജ പരാതി, വ്യാജ കേസുകൾ തൊലഞ്ഞു തന്നെ പോകണം. അതിനെതിരെ നമ്മൾ ശക്തമായിട്ടുള്ള മിഷൻ മെൻസ് കമ്മീഷൻ, ഇതിന് പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും, നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ശക്തമായിട്ട് പ്രതിഷേധിക്കും. അതായത് മൊബൈല് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോ ഒന്ന് എടുത്ത് വൈറലായിട്ട് വേണം ഇത് ഇയാളെന്ന് ഇതാക്കാൻ. അതിന് വേണ്ടിട്ടാണ് ഇപ്പൊക്കെ വൈറലുള്ള കാലല്ലേ, എന്ത് സംഭവം ഉണ്ടെങ്കിലും. അതെ, അയാളുടെ മുഖമൊന്നും നിങ്ങൾക്ക് ബ്ലറെങ്കിലും ചെയ്തിടാമായിരുന്നു, അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നു. വേറെ ചങ്ങായിമാർ ഒരു നാട് മുഴുവൻ, അത് മാത്രമല്ല മുകേഷ് ഏട്ടനെ പോലെയുള്ളവർ പോലും ഇതുപോലെ പ്രതികരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദുരിതാനുഭവം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. പക്ഷെ ഞാനത് ഓവർകം ചെയ്തു വന്ന ഒരാളാണ്. കാരണം കേവലം പൈസയ്ക്ക് വേണ്ടി, നിസ്സാര പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഞാൻ പറഞ്ഞു, നീ എന്ത് കേസുമായിട്ട് മുന്നോട്ട് വയ്ക്കോ, നീ ഇതാ എനിക്ക് ഇതാണെന്ന് പറഞ്ഞു. അവള് കേസ് കൊടുത്തു. പക്ഷെ കോടതി, നമ്മുടെ നാട്ടിൽ നിയമം എന്ന് പറയുന്നത്, ഈ തൂങ്ങിച്ചാവാൻ നിൽക്കുന്നവന്മാരോടും എനിക്ക് പറയാനുണ്ട്, ഈ നാട്ടിൽ നിയമമുണ്ട്. നമ്മള് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധിയെ പോലും നമ്മുടെ നിയമം ശിക്ഷിക്കാൻ അനുവദിക്കില്ല. എന്റെ സ്വന്തം അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിലും പേടിക്കില്ല. ഇതുപോലുള്ള ഏത് പെണ്ണ് വ്യാജ കേസ്, വ്യാജ പരാതിയായിട്ട് വന്നാലും ധൈര്യമായിട്ട് നെഞ്ചു പോയി പണി നോക്കി. എന്നോട് കാശ് ചോദിച്ച് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്കെതിരെ വ്യാജ കേസ് കൊടുക്കില്ല. ഞാൻ പറഞ്ഞു, നീ കൊടുത്തോ. അവളുടെ അമ്മയോട് മാത്രല്ല, നെഞ്ചും വിരിച്ചിട്ട് വരുന്നോടത്ത് വെച്ച് ഞാൻ കാണുന്നു പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഒന്നാകെ കുറ്റപ്പെടുത്താൻ നോക്കിയപ്പോഴും അന്ന് ചങ്കുറപ്പോടെ കൂടെ നിന്ന 1000കണക്കിനല്ല ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. അതിൽ ഞങ്ങളും പൊരുട്ടോ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടില് ഇതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മിനിറ്റുകൾ കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ചടച്ചുകൂടി അതിനെ പ്രതിഷേധിക്കാൻ. എന്തായാലും ഈ നാട്ടിൽ നിന്നല്ല, ഇനി ഒരു നാട്ടിലും ഇതുപോലത്തെ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. സ്ത്രീകൾക്ക് ഒരുപാട് നല്ല നിയമങ്ങൾ നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ മുകേഷ് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇനി എവിടെയെങ്കിലും വെച്ചൊരു പീഡനം നടന്നാൽ പോലും ആളുകൾ വിശ്വസിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതൊക്കെ സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. ഞങ്ങൾക്കും ആണുങ്ങളെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ യുദ്ധം ചെയ്യുമ്പോൾ, ഞാൻ പറയാം, യുദ്ധം ചെയ്യുമ്പോൾ സംഭവിക്കണം എന്തായാലും 1000കണക്കിന് ലക്ഷക്കണക്കിന് പെൺമക്കള് നാളെ ക്രൂരതയ്ക്ക് ഇരയാകാൻ സാധ്യത ഏറെയുണ്ട്. അതുകൊണ്ട് നമ്മളെ നിയമം
എഴുതി മാറ്റി തിരുത്തി പുതിയ നിയമം കൊണ്ടുവന്നേ മതിയാകൂ. ആണുങ്ങൾ എന്ത് ചെയ്താലും തെറ്റുകാര്, പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും മാന്യന്മാര് എന്ന് പറയാൻ പാടില്ല. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ 100 അല്ല 110% പെണ്ണുങ്ങളാണ് അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലത് കണ്ട നല്ലതെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒറ്റ കാര്യം പറയാം, മുകേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇനി ആരും ഇവിടെ ആത്മഹത്യ ചെയ്യരുത്. ഇവിടെ നിയമമുണ്ട്, നിയമപാലകരുണ്ട്. നമ്മൾ പടവിട്ട നമ്മൾ ലക്ഷ്യം കണ്ടേ മടങ്ങും. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരിമാരുടെ മൊബൈലുണ്ട്, നെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ടവരുടെ ജീവിതം തകർക്കരുതേ പ്ലീസ്. എന്നിട്ട് നമുക്കറിയാൻ പറ്റും, ദീപക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജ്യേഷ്ഠ സഹോദരൻ തന്നെ പറയാൻ പറ്റും. വെറും റീച്ചിന് വേണ്ടി മൂന്നാംകിട തെമ്മാടിത്തരം എന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും ആരെതിരെയും പീഡനം ആരോപിക്കാം. നാളെ എനിക്കെതിരെയും പല പരാതികൾ വരാം. പക്ഷേ നമ്മൾ അതെല്ലാം തരണം ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവനാണ് പൊലിഞ്ഞത്. മുകേഷ് ചേട്ടൻ പറഞ്ഞ പോലെ, മുകേഷ് ചേട്ടൻ ഏകദേശം ഒരു 6 മാസത്തോളം ഈ കേസിൻ്റെ പുറകെ ആയിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞു. നമ്മൾ ഇടയ്ക്ക് മുകേഷ് ചേട്ടനെ വിളിക്കാറുണ്ട്, ചേട്ടൻ എന്തായി എങ്ങനെയാണ്. അപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞു, ഇത് എനിക്കറിയാം, ഇതിൻ്റെ ജെനുവിനിറ്റി ജനങ്ങളെ അറിയിക്കണം, ഞാൻ ശക്തമായി തന്നെ ഞാൻ മുന്നോട്ട് പോകും. ചേട്ടൻ അത്രയും കരുത്തുള്ളത് കൊണ്ടാണ് ചേട്ടൻ ആ കേസിന് പിടിച്ചു നിന്നത്. പക്ഷേ ദീപകിൻ്റെ സംഭവം അങ്ങനെയല്ല. ഒരു എന്ത് പറയാൻ പറ്റും, ഒരു കുഞ്ഞു കൊച്ചിൻ്റെ മനസ്സായതുകൊണ്ടായിരിക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇല്ലെങ്കിൽ മുകേഷേട്ടനെ പോലെ ഒരാളായിരുന്നെങ്കിൽ ദീപക് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോഴത്തേക്ക് നമ്മൾ ധൈര്യമായിട്ട് തന്നെ നമ്മൾ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുക. ഇപ്പോൾ പറയാൻ പറ്റും, എൻ്റെ വീട്ടിൽ അനുജനുണ്ട്, അച്ഛനുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ വീട്ടിലും ആങ്ങളമാരുണ്ട്. അപ്പം നാളെ അവരൊരു കുടുംബത്തിൽ ഒരു വിഷയം വന്നാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. അപ്പം നാളെ എൻ്റെ കുടുംബത്തിലൊരു ഇതേപോലൊരു വിഷമം വന്നാൽ അത് എൻ്റെ വിഷമം എനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നാട്ടുകാർ പറഞ്ഞ് ചിരിക്കാനും കളിയാക്കാനും ഒരു 100 പേര് കാണും. പക്ഷെ അതുപോലെ നമ്മളെ കുടുംബത്തിലാണ് ഈ വിഷയം നടന്നതെന്ന് ഓർമ്മിച്ച് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ പ്രതികരിക്കാൻ ഇറങ്ങിയാൽ നാളെ ഒരു ദീപക് ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നെഞ്ചും വിരിച്ചും കൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. മുകേഷ് ചേട്ടൻ ചെയ്ത പോലെ തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. നമസ്കാരം. നമ്മളെല്ലാവരും ദീപക് മരിച്ച കാര്യം അറിഞ്ഞിരുന്നു. കേവലം റീച്ചിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ബസ്സിൽ കാണിച്ച, ഇപ്പം ട്രെൻഡ് അതാണല്ലോ, ഏതെങ്കിലും ഒരു വ്യാജ പരാതി, വ്യാജ കേസ്. അപ്പോൾ ദീപക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനത് താങ്ങാൻ പറ്റില്ല. എല്ലാവർക്കും ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും വ്യാജ കേസുകളും താങ്ങാൻ പറ്റുന്ന ആൾക്കാരല്ല. എല്ലാവരും അത് ഒരേ രീതിയിൽ എടുക്കണമെന്നുള്ള ആൾക്കാരല്ല. ഒരു ചെറുപ്പക്കാരനാണ് ഈ പെൺകുട്ടിയുടെ കേവലം റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു മൂന്നാംകിട നാടകത്തിൻ്റെ മുന്നിൽ അവൻ്റെ ജീവൻ കളഞ്ഞത്. അപ്പോൾ മിഷൻസ് മെൻസ് കമ്മീഷൻ പെൺകുട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ആയിട്ടും പരാതി, ഇമെയിലിലും പരാതി അയച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പെൺകുട്ടിക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് എല്ലാ നമ്മളെ പുരുഷ കമ്മീഷൻ, മെൻസ് കമ്മീഷൻ എല്ലാ വാതിലുകളിലും പോവും. തീർച്ചയായിട്ടും പെൺകുട്ടിക്കെതിരെ നടപടി എടുക്കുന്നവരെ അനിശ്ചിതകാല സമരത്തിൽ തന്നെ ആയിരിക്കും. നമ്മൾ വളരെ വേദനയോടുകൂടി നമ്മൾ പറയട്ടെ, ഈ ഒരു പെൺകുട്ടി ഇത് തുടങ്ങി വെച്ച വേറെ പല സോക്കോൾഡ് ഫെമിനിസ്റ്റുകളാണെങ്കിലും ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഈ വ്യാജ പരാതി, വ്യാജ കേസ്, വ്യാജ പോക്സോ കേസ്, അങ്ങനെ. പക്ഷേ എല്ലാവർക്കും നേരിടാൻ പറ്റില്ല. നെഞ്ചും പിരിച്ച് ഈ പറഞ്ഞ ദീപക്കിനെ നേരിടാൻ പറ്റാത്തത് കൊണ്ട് ദീപക് നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള വ്യാജ വീഡിയോകൾ നിങ്ങൾ മാക്സിമം സർക്കുലേറ്റ് ചെയ്യാതിരിക്കുക. റീച്ചിന് വേണ്ടി, കേവലം റീച്ചിന് വേണ്ടി പെൺകുട്ടികൾ കാണിക്കുന്ന പൊറോട്ട നാടകം നിങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കാതിരിക്കുക. അത്തരം വീഡിയോകൾ ചെയ്യുന്നവർക്കെതിരെ നമ്മൾ ഒരുപാട് പരാതികൾ ഇപ്പം തന്നെ നിലവിലുള്ളതാണ്. പക്ഷേ ഈ പരാതികളൊന്നും പെൺകുട്ടിയാണ് വീഡിയോ ചെയ്തത്. അതുകൊണ്ട് എത്രത്തോളം എഫക്റ്റീവായിട്ട് അത് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടിയായിട്ട് മെൻസ് കമ്മീഷൻ മുന്നോട്ട് പോകും.